ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ഹാൻഡ്സ് അക്കാദമി ഓഫ് ഇംഗ്ലീഷ്. ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ജോലി സ്ഥലത്തായാലും പൊതുസ്ഥലത്തായാലും PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിന്റെ ബേസിക്കിൽ നിന്നും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഷ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ആ ബേസിക്കിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഭാഷ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നിന്നും ഈ ലാംഗ്വേജിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഭാഷാ ശൈലി തന്നെയാണ്, അതായത് വാക്കുകളുടെ ക്രമീകരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ മലയാളത്തില് ഒരു സെന്റൻസ്, ഞാൻ ആപ്പിൾ കഴിച്ചു അല്ലെ, പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ വേർഡ് ബൈ വേർഡ്, അതായത് മലയാളത്തിലുള്ള ഓരോ വാക്കുകളെയും അപ്പാടെ അതേപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ള ഒരു പ്രവണതയാണ് പലരിലും കണ്ടുവരുന്നത്. അത് തന്നെയാണ് ആ ഭാഷയിൽ അവർക്കുള്ള ന്യൂനതയും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ആപ്പിൾ കഴിച്ചു എന്നുള്ളതിനെ ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ, ഐ അല്ലെ. ആപ്പിൾ, ആപ്പിൾ ആപ്പിൾ തന്നെയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ആപ്പിൾ എന്ന് പറയുന്നു. അപ്പോൾ ആപ്പിൾ. പിന്നെന്താണ്? കഴിച്ചു, കഴിഞ്ഞു അല്ലെ. ഏറ്റ്, ആപ്പിൾ ഏറ്റ്. ഇതാണ് ഇതിന്റെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ. ഞാൻ, ഐ, ആപ്പിൾ കഴിച്ചു, ഏറ്റ് അല്ലെ. ഞാൻ ആപ്പിൾ കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു തെറ്റും തോന്നുന്നില്ല. കറക്റ്റ് ആണ്, ആ സെന്റൻസ് കറക്റ്റ് ആണ്. അത് തന്നെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ജസ്റ്റ് മാറ്റിയപ്പോൾ ഐ ആപ്പിൾ ഏറ്റ് എന്നാണ്. ഐ ആപ്പിൾ ഏറ്റ്. അതിൽ എന്തെങ്കിലും ഒരു മീനിങ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളുടെ ശൈലി, അതായത് അതിന്റെ അറേഞ്ച്മെന്റ്സ്, ഓർഡർ. ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിന്റെ അറേഞ്ച്മെന്റിന്. ഞാൻ ആപ്പിൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഐ ആപ്പിൾ ഏറ്റ് എന്നുള്ളത് ഇറ്റ്സ് എ റോങ് സെന്റൻസ്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഐ ഏറ്റ് ആപ്പിൾ അല്ലെ. ഐ ആദ്യം വരുന്നത് എന്താണ്? ഏറ്റ് ആണ്. അതിനുശേഷമാണ് ആപ്പിൾ. അതായത് കഴിച്ചു കഴിഞ്ഞിട്ടാണോ ആപ്പിൾ വന്നത്, അല്ലെങ്കിൽ ആപ്പിൾ കയ്യിൽ കിട്ടിയിട്ടല്ലേ കഴിക്കുക? ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ. ഇതെല്ലാം തീർക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈസി ആയിട്ട് വളരെ സാധാരണ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനിലേക്ക് കടക്കുകയാണ്. പാർട്സ് ഓഫ് സ്പീച്ച്. അതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സംഭാഷണത്തിന്റെ ഭാഗങ്ങളാണത്. ഒരു വാക്യത്തിൽ ഒരു വാക്ക് വഹിക്കുന്ന പങ്കും അതിന്റെ പ്രവർത്തനം അനുസരിച്ച് വാക്കുകളെ തരംതിരിക്കുന്ന വിഭാഗങ്ങളാണ് ഈ സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിൻ ആയിട്ട് 8 തിരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? നൗണ്, പ്രൊനൗണ്, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഈ 8 ഭാഗങ്ങളാണ് ഒരു സംഭാഷണത്തിന്റെ മുഖ്യമായ ഘടകങ്ങൾ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓരോന്നും എന്താണ്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ നൗൺ നിങ്ങൾ കേട്ട് കാണും. നൗൺ അല്ലെ, നമ്മുടെ മലയാളത്തിൽ നാമം എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്താണ് നാമം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നാമം എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മലയാളത്തിലൊക്കെ ഉണ്ട്. അതായത് നെയിം ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ പ്ലേസ്, അല്ലെങ്കിൽ ഒരു വസ്തു, അതായത് ഒരു ആളുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, അതല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേരിനെ കുറിക്കുന്നത്, അതെല്ലാം എന്താണ്? നാമമാണ്, അല്ലെങ്കിൽ നൗൺ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ രണ്ടാമത് വരുന്നത് പ്രനൗൺ, സർവനാമം അല്ലെ. സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സർവനാമം. നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ കുറിച്ച് പറയാണ്. ഇപ്പൊ ഷീല നന്നായിട്ട് പാടും, അവൾ നന്നായിട്ട് ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ ഷീല നന്നായിട്ട് ചിത്രം വരയ്ക്കും, ഷീല നന്നായിട്ട് പാടും, അല്ലെങ്കിൽ ഷീല നന്നായിട്ട് ഡാൻസ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ എല്ലാവരുടെയും ഷീല 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 എന്നുള്ള ഒരു പേര് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ആ ഷീല എന്ന നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡിനാണ് എന്ത് പറയുന്നത്? പ്രൊനൗൺ, അല്ലെങ്കിൽ സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, ആണാണെങ്കിൽ ഹി, അവൻ. പെണ്ണാണെങ്കിൽ അത് ഷീ. ഇനി അതല്ല, ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഇറ്റ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിലോ ദേ, വി, എക്സെട്ര. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നാമം, നൗൺ എന്ന് പറഞ്ഞു. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേരിനെ കുറിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിക്കുന്നതോ, ഒരു സാധനത്തെ കുറിക്കുന്നതോ എന്താണോ അതിനൊരു നാമകരണം ചെയ്യുന്നതാണ് എന്ത്? നൗൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സർവേഷ് ഒരാളുടെ പേരാണ് അല്ലെ. അതേപോലെ മുംബൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതേപോലെ ഒരു സാധനം, തിങ്, മൊബൈൽ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഈ നൗണിന് പകരമായിട്ട്, നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഹി, ഷീ, ഇറ്റ്, ദേ. ഹി ആണെങ്കിൽ അവൻ, ഷീ അവൾ, ഇറ്റ് സാധനത്തെ കുറിക്കുന്നതാണ് ഇറ്റ്. ഇനി ഒരു ഗ്രൂപ്പ്, ഒരുപാട് ആളുകൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദേ, വി എന്നൊക്കെ നമ്മൾ പറയും. മൂന്നാമത്തെ കാറ്റഗറിയാണ് എന്ത്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്വാളിഫൈസ് എ നൗൺ ഓർ പ്രൊനൗൺ എന്നാണ് പറയുന്നത്. അതായത് നാമവിശേഷണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം.
ഒരു നാമത്തിനെയോ അല്ലെങ്കിൽ സർവനാമത്തിനെയോ നമ്മൾ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇത് നോക്കി നമുക്ക് മനസ്സിലാവും. അന്നറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, അല്ലെ? ഇതിൽ അന്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേരാണ്. അപ്പൊ പേര് നമ്മൾ എന്താ പറയാന്ന് പറഞ്ഞു? നാമം എന്നാണ് പറയാ, അല്ലെ? നൗണ്. അന്നറ്റ് ഇവിടെ ഒരു നൗണാണ്. ഈ അന്നറ്റ് എന്ന നൗണ് ഗ്ലോറിഫൈ ചെയ്യാൻ, അതായത് ഒന്നുകൂടി ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? ബ്യൂട്ടിഫുൾ. അന്നറ്റിനെ കാണാൻ സുന്ദരിയാണ്, അല്ലെ? അന്നറ്റ് എന്ന് പറയുന്ന നൗണ്, അതിന് അന്നറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അന്നറ്റ് സുന്ദരിയാണ്. ഇവിടെ ഈ ബ്യൂട്ടിഫുൾ എന്ന ഈ റെഡ് ലെറ്ററിൽ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ വേർഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അതായത് ഒരു നാമത്തെയോ അല്ലെങ്കിൽ ഒരു സർവനാമത്തെയോ വിശേഷിപ്പിക്കുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാലാമത്തെ സെക്ഷൻ, നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നൗൺ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സബ്ജക്ട് എന്ന് ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ സബ്ജക്ട്, ഒബ്ജക്ട്, വെർബ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പറയും. ഇവിടെ ഈ പർട്ടിക്കുലർ പാർട്ടിൽ സബ്ജക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരാണോ ചെയ്യുന്നത്, ആരാണോ ആ ക്രിയ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് എന്ത്? സബ്ജക്ട്. ഓക്കെ. ഇപ്പൊ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൊണാൾഡ് വർക്ക്സ്, അല്ലെ? റൊണാൾഡ് എന്ന് പറയുന്ന ഒരു നാമമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടുത്തെ സബ്ജക്ട്. വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുക, അല്ലെ? ജോലി ചെയ്യുക. റൊണാൾഡ് വർക്ക് ചെയ്യുന്നു. അവിടെ പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. റൊണാൾഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? വർക്ക്. പക്ഷെ ഈ സെക്കൻഡ് സെന്റൻസ് നിങ്ങൾ നോക്കൂ. വിനീത ഈസ് ഹാപ്പി, അല്ലെ? വിനീത എന്താണ്? സന്തോഷവതിയാണ്. വിനീത ഈസ് ഹാപ്പി. ഇവിടെ അവളുടെ ചെയ്യുന്ന പ്രവൃത്തിയല്ല നമ്മൾ പറയുന്നത്, അവളുടെ ഒരു സ്റ്റേറ്റ് ആണ്. അതായത് അവളൊരു വിനീത സന്തോഷവതിയാണ്, അവൾ ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ആക്ഷൻ. അതുകൊണ്ടാണ് വെർബ് എന്ന് പറയുമ്പോൾ ക്രിയ എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്ട്, ചെയ്യുന്ന ആളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ അവന്റെ അവളുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. ക്ലിയർ ആയോ? ഇപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം. സ്ഥലത്തെ കുറിക്കുന്നതോ പേരിനെ കുറിക്കുന്നതോ ഒരു സാധനത്തെ പറ്റി പറയുന്നതോ എല്ലാം, പേരുകളെല്ലാം എന്തിൽ പെടുന്നു? നാമത്തിൽ പറയുന്നു. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും എന്താണ്? പ്രൊനൗൺ ആണ്, സർവനാമം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നൗണിനെയോ പ്രൊനൗണിനെയോ ക്വാളിഫൈ ചെയ്യുക, വിശേഷിപ്പിക്കുക. അന്നറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അന്നറ്റ് എന്ന് പറയുന്നത് നാമമാണ്, അല്ലെ? നൗൺ ആണ്. ആ അന്നറ്റ് എന്ന് പറയുന്ന നൗണിനെ നമ്മൾ ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അവൾ അതീവ സുന്ദരിയാണ്. അന്നറ്റ് എന്ന നൗണിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? അവൾ ആ സൗന്ദര്യത്തെ നമ്മൾ പുകഴ്ത്താണ്. ആക്ഷനും സ്റ്റേറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. രണ്ടാമത് പറഞ്ഞത് അഡ്വേർബ്. എന്താണ് അഡ്വേർബ്? നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന നാമവിശേഷണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അഡ്വേർബ് എന്തായിരിക്കും? വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്, അല്ലെ? വെർബും ഉണ്ട്, അതിന്റെ മുന്നിൽ ആഡ് എന്ന രണ്ട് വേർഡ് ഉണ്ട്, അഡ്വേർബ്. അങ്ങനെയാണ് അഡ്വേർബ്, അല്ലെ? അപ്പൊ അത് എന്തായിരിക്കും? നൗൺ ഓർ പ്രൊനൗണിനെ വിശേഷിപ്പിക്കുന്ന, ക്വാളിഫൈ ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ആണെങ്കിൽ, വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് എന്ത്? അഡ്വേർബ്. അതായത് നമ്മൾ ചെയ്യുന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്വേർബ്. ക്ലിയർ ആയോ? ക്രിയയെ മാത്രമല്ല, ഒരു അഡ്വേർബിനെ തന്നെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കാൻ പറ്റും അഡ്വേർബ് ഉപയോഗിച്ച്. ഇതിൽ ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. ടിനു റാൻ ഫാസ്റ്റ്, അല്ലെ? ടിനു എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ടിനു എന്ന് പറയുന്നത് എന്താണ്? പറയൂ, എന്താണ് ടിനു? ഈ സെന്റൻസിലെ ടിനു എന്താണ്? നൗൺ ആണ്, അല്ലെ? കാരണം ടിനു എന്ന് പറയുന്നത് ഒരു പേരാണ്. പേരിനെ കുറിക്കുന്നത് എല്ലാം എന്താണ്? നാമമാണ്, നൗൺ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ടിനു ഇവിടെ എന്താണ്? നാമമാണ്. റാൻ, റാൻ എന്ന് പറഞ്ഞാല് ഓടുക, അതായത് റണ്ണിന്റെ പാസ്റ്റ് ഫോം. ഇനി പാസ്റ്റ് പ്രസന്റ് ഒക്കെ ഞാൻ പിന്നീട് പറയൂ കേട്ടോ. അപ്പൊ തൽക്കാലം നിങ്ങൾ ഈ സെന്റൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ടിനു റാൻ, ടിനു ഓടുകയാണ്, അല്ലെ? ടിനു ഓടി. ടിനു എങ്ങനെയാണ് ഓടിയത്? റാൻ. റാൻ എന്ന് പറഞ്ഞാൽ ഓടുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം റാൻ എന്താണ്? ഇറ്റ്സ് എ വെർബ്. അതൊരു ക്രിയയാണ്, ടിനു ചെയ്യുന്ന ഒരു ക്രിയയാണ്. നമ്മൾ അഡ്വേർബ് എന്താന്ന് പറഞ്ഞു? വെർബിനെ ക്വാളിഫൈ ചെയ്യുക, വിശേഷിപ്പിക്കുക. അപ്പൊ ടിനു ഓടി. ടിനു എങ്ങനെയാണ് ഓടിയത്? ഫാസ്റ്റ് ആയിട്ടാണ് ഓടിയത്, അല്ലെ? ടിനു എങ്ങനെയാണ് ഓടിയത്? ഫാസ്റ്റ് ആയിട്ടാണ് ടിനു ഓടിയത്, അല്ലെ? അതായത് ടിനു ഓടി എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ആ ടിനു ചെയ്യുന്ന ഒരു ക്രിയ, ടിനു ഓടാന്നുള്ളത് ടിനു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ടിനു ആ ഓടുന്നത് എങ്ങനെയാണ്? സ്പീഡിലാണ്. ടിനു ഓടുന്നത് സ്പീഡിലാണ്. അപ്പൊ റാൻ എന്ന് പറയുന്ന ക്രിയ, വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? ഫാസ്റ്റ് എന്ന് പറയുന്ന അഡ്വേർബ് ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്തു. ക്ലിയർ ആവുണ്ടോ? റാൻ എന്ന് പറയുന്ന ടിനു ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ, ഒരു ക്രിയ, ഒരു വെർബിനെ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്വേർബ് ഉപയോഗിച്ച് നമ്മൾ ക്വാളിഫൈ ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. റോസി റാൻ വെരി ഫാസ്റ്റ്, അല്ലെ? ഇവിടെ റോസി എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. പറയൂ കൂട്ടുകാരെ, എന്താണ് റോസി? റോസി എന്താണ്? റോസി എന്ന് പറഞ്ഞാല് നാമമാണ്, അല്ലെ? ബിക്കോസ് അതൊരു പേരാണ്, സോ അത് നാമം. ഇനി റാൻ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു, റാൻ എന്താണ്? വെർബാണ്, ക്രിയയാണ്, അല്ലെ? അപ്പൊ റോസി റാൻ, റാൻ എന്താണ് ഇവിടെ?
ഇറ്റ്സ് ആൻ ആക്ഷൻ അല്ലെ, വെർബ്. അതൊരു വേർബ് ആണ്. ഇറ്റ്സ് ആൻ ആക്ഷൻ. ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ സെന്റൻസിൽ പറഞ്ഞു. ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റോസി ഓടി എന്നത് നമ്മൾ ഒന്നുകൂടി ക്വാളിഫൈ ചെയ്തു അല്ലെ. എങ്ങനെ ക്വാളിഫൈ ചെയ്തു? ഫാസ്റ്റ് ആയിട്ട് റോസി ഓടി. ഇവിടെ നിങ്ങൾ ഒരു അഡീഷണൽ വേർഡ് കണ്ടാവും. എന്താണ് ആ വേർഡ്? വെരി അല്ലെ. തൊട്ട് മുന്നത്തെ സെന്റൻസിൽ നിന്നും ഇവിടെ നമ്മൾ ഒരു അഡീഷണൽ വേർഡ് കണ്ടു അല്ലെ, വെരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വർബ് എന്ന് പറയുന്നത് ഇറ്റ് ക്വാളിഫൈസ് എ വേർബ്, ആൻ അഡ്വേർബ് ഓർ ആൻ അഡ്ജക്റ്റീവ്. അതായത് നാമത്തെയോ ക്രിയയോ പിന്നെയോ ക്രിയാവിശേഷണം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അഡ്വർബിനെ, അല്ലെങ്കിൽ നാമവിശേഷണം. എന്തിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് ആണെങ്കിലും അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? അഡ്വേർബിൽ വരും. അപ്പൊ ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു അഡ്വേർബ് ആണ്. ഈ ഫാസ്റ്റ് എന്ന അഡ്വേർബിന് നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി ക്വാളിഫൈ ചെയ്യാണ്. റോസി റാൻ, ടിനു റാൻ ഫാസ്റ്റ്. അവിടെ റാൻ എന്ന് പറയുന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഫാസ്റ്റ് എന്ന അഡ്വേർബ് ഉപയോഗിച്ചു. ഇവിടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അഡ്വേർബ് അല്ലെ, അതൊരു അഡ്വേർബ് ആണ്. ഈ അഡ്വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെരി എന്ന് പറയുന്ന അനദർ വേർഡ്, വേറൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചില്ലേ? ഈ വെരി ഇവിടെ എന്താണ്? ഇറ്റ്സ് ഓൾസോ ആൻ അഡ്വേർബ്. അതും ഒരു അഡ്വേർബ് തന്നെയാണ്. അപ്പൊ നമ്മൾ മോളിൽ പറഞ്ഞു ഇറ്റ് ക്വാളിഫൈസ് എ വെർബ്, an adverb or an adjective എന്ന് പറഞ്ഞു അല്ലെ. അതായത് വെർബിനെ ക്വാളിഫൈ ചെയ്യാം, അഡ്വേർബിനെ ക്വാളിഫൈ ചെയ്യാം, അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ റാൻ എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസിൽ റാൻ എന്ന് പറയുന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? വി യൂസ് ദ വേർഡ് ഫാസ്റ്റ്. ഇവിടെ ഈ ഫാസ്റ്റ് എന്താണ്? ഇറ്റ്സ് ആൻ ആഡ്വേർബ്. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസിൽ റോസി റാൻ വെരി ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു അഡ്വേർബ് ആണ്. ആ അഡ്വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വെരി എന്ന് പറയുന്ന വേറൊരു അഡ്വേർബ് നമ്മൾ ഉപയോഗിച്ചു. അതാണ് നേരത്തെ പറഞ്ഞു ഇറ്റ് ക്വാളിഫൈസ് എ വേർബ്, an adverb or an adjective. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ. ദീസ് ടു ഷൂസ് ആർ ടു ബിഗ് ഫോർ മീ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യാവുന്ന വേർഡ്, അതും എന്ത് തന്നെയാണ്? അതും അഡ്വർബ് ആണ്. അപ്പൊ ഇവിടെ ഷൂസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തിങ് ആണല്ലോ, ഒരു സാധനമാണല്ലോ ഷൂസ് അല്ലെ. ആ ഷൂസ് അതെന്താണ്? ബിഗ് ആണ്. ഈ രണ്ട് ഷൂസും ബിഗ് ആണ്. എനിക്ക് ബിഗ് ആണ്, എനിക്ക് വലുതാണ്. അപ്പൊ ബിഗ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. കാരണം ഷൂ എന്ന് പറയുന്ന നാമത്തിനെ ക്വാളിഫൈ ചെയ്ത അഡ്ജക്റ്റീവ് ആണ് ബിഗ് അല്ലെ. അതിന്റെ മുന്നിൽ നിങ്ങൾ ഒരു വേർഡ് കണ്ടോ? എന്താണ്? ടു ബിഗ് അല്ലെ. അതിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിച്ച ടു ബിഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ടു ഇവിടെ എന്താണ്? അതൊരു അഡ്വർബ് ആണ്. ക്ലിയർ ആയോ? 3 കേസ്, 3 കണ്ടീഷൻസ്. അഡ്വർബ് എന്തിനെയൊക്കെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? എന്തിനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്? വെർബിനെ വിശേഷിപ്പിക്കുന്നു, പിന്നെയോ അഡ്വർബിനെ വിശേഷിപ്പിക്കുന്നു, അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നു. ഈ 3 സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ വെർബിനെ ക്വാളിഫൈ ചെയ്തു, വെർബിനെ വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ കേസിൽ റോസി റാൻ വെരി ഫാസ്റ്റ്. നമുക്ക് ഈ റോസി റാൻ വെരി വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ വീണ്ടും അഡ്വർബിനെ നമ്മൾ ഒന്നുകൂടി ക്വാളിഫൈ ചെയ്തു. ക്ലിയർ ആയോ? മൂന്നാമത്തെ കേസിൽ ദീസ് ടു ഷൂസ് ആർ ടു ബിഗ് ഫോർ മീ. ഈ 2 ഷൂസും എനിക്ക് വളരെ വലുതാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ബിഗ് എന്ന് പറയുന്നത് അവിടെ അഡ്ജക്റ്റീവ് ആണ്. കാരണം ഷൂ എന്ന് പറയുന്ന നൗണിനെ നമ്മൾ എന്ത് ചെയ്തതാണ്? ക്വാളിഫൈ ചെയ്തതാണ് ബിഗ് എന്ന് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിന് മുന്നിൽ ഉള്ള ടു എന്ന് പറയുന്ന വേർഡ് എന്താണ്? അതൊരു അഡ്വർബ് ആണ്. ഇനി ആറാമത്തെ എന്താണ്? പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഫ്ലോ, അതിന്റെ ആ ഒരു ഒഴുക്ക്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാ വേർഡ്സും എന്ത് തന്നെയാണ്? പ്രിപ്പോസിഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന ഈ ടു അല്ലെ, ടു ഇവിടെ പ്രിപ്പോസിഷൻ ആണ്. അതേപോലെ ഓൺ ഇവിടെ പ്രിപ്പോസിഷൻ ആണ്. ഹി വെന്റ് ടു ഡൽഹി അല്ലെ. അവൻ എങ്ങോട്ട് പോയി? അവൻ ഡൽഹിക്ക് പോയി. അപ്പൊ ഹി വെന്റ് ഡൽഹി. സെന്റൻസിന്റെ ഒരു ഫ്ലോ, അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന വേർഡ്. ടു, ഓൺ, അതൊക്കെ പ്രിപ്പോസിഷനിൽ വരുന്നതാണ്. ഇൻ, എക്സെട്ര. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് എവിടെയാണുള്ളത്? ടേബിളിന്റെ മുകളിലാണ് അല്ലെ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഏഴാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ സെന്റൻസുകളെ കണക്ട് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും എന്താണ്? കൺജങ്ഷൻ ആണ്. കണക്ട് വേർഡ്സ് ഓഫ് സെന്റൻസസ്. ഓക്കെ. സെന്റൻസിലെ വേർഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് പെൻ ആൻഡ് പെൻസിൽ. ഞാൻ എന്ത് വാങ്ങിച്ചു? പെന്നും പെൻസിലും വാങ്ങിച്ചു അല്ലെ. ഈ പെന്നും പെൻസിലും അതിന്റെ ഇടയിൽ കണ്ട ഒരു ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഇതാണ് എന്ത്? കൺജങ്ഷൻ. അതായത് ഈ 2 പെൻ എന്ന് പറയുന്ന വേർഡിനെയും പെൻസിൽ എന്ന് പറയുന്ന വേർഡിനെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പെൻ ആൻഡ് പെൻസിൽ, ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയുന്ന പോലെ പെൻ ആൻഡ് പെൻസിൽ. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. യു എയ്തർ സിറ്റ് ഹിയർ ഓർ ലീവ് ദ പ്ലേസ്. ഒന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ സ്ഥലം വിടുക അല്ലെ. അപ്പൊ ആ 2 സെന്റൻസിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്ട് വേർഡ്സ് ഓർ സെന്റൻസ് എന്നാണ്. ഓർ ആണ് ഇത്, ഓഫ് അല്ലെ, ഓർ. വേർഡ്സിനെ മാത്രമല്ല 2 സെന്റൻസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കണക്ട് ചെയ്യാൻ പറ്റും കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് ആണ്. യു എയ്തർ സിറ്റ് ഹിയർ, നീ ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കി, അല്ലെങ്കിലോ ലീവ് ദ പ്ലേസ്, സ്ഥലം വിട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെന്റൻസിനെയും നമ്മൾ രണ്ട് വാക്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചു. ഓക്കെ, അതായത് വേറൊന്നുമില്ല, ജസ്റ്റ് കണക്ടിങ് വേർഡ്സ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, കണക്ട് ചെയ്യുന്നത്. അത് രണ്ട് വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാം, രണ്ട് വാക്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ രണ്ട് വാക്കുകൾ, പെൻസിൽ എന്ന് പറയുന്ന രണ്ട് വാക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ രണ്ട് സെന്റൻസിനെ തന്നെ, രണ്ട് വാക്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എട്ടാമത്തെ ഇന്റർജെക്ഷൻ. എന്താണ് ഇന്റർജെക്ഷൻ? ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഓഫ് സർപ്രൈസ് ഓ എക്സൈറ്റ്മെന്റ്. അതായത് നമ്മൾ റോഡിലൂടെ നടന്നു പോവാണ് അല്ലെ, നടന്നു പോകുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു ആക്സിഡന്റ് കാണുന്നത്, നമ്മൾ എങ്ങനെയാണത് ആ സമയത്ത് നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുക? നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കൂളായിട്ട് നടന്നു പോവാണ്, പെട്ടെന്നാണ് ഒരു ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. നമ്മളെന്താ പറയും, അയ്യോ, അങ്ങനെയാണ് നമ്മൾ സ്ക്രീം ചെയ്യൂല്ലേ അങ്ങോട്ട്. അത് തന്നെയാണ് ആ മൊമെന്റിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കുറേ വേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കും കേട്ടോ അതൊക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർജെക്ഷൻ. ഓക്കെ, ഓ എന്റെ ദൈവമേ, അല്ല ആക്സിഡന്റ് കാണുകയാണെങ്കിൽ ഓ എന്റെ ദൈവമേ നമ്മൾ പറയാറുണ്ട്, ഓ എന്റെ ദൈവമേ. നമ്മൾ ഓ എന്ന് ഉപയോഗിക്കുന്ന ആ ഒരു സൗണ്ട് ഇല്ല, ആ ഒരു സൗണ്ട്, അതാണ് എന്ത് ഇന്റർജെക്ഷൻ. അലാസ് ഹി ഡൈഡ്, അലാസ് ഹി ഡൈഡ്, അയ്യോ അവൻ മരിച്ചു അല്ലെ, അലാസ് ഹി ഡൈഡ്. മനസ്സിലാവുണ്ടോ? നമ്മൾ ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ്, അതിനെയൊക്കെയാണ് നമ്മൾ ഇന്റർജെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർജെക്ഷൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. എങ്ങനെയാണ് ആ ഇന്റർജെക്ഷൻ വേർഡ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലേ, കണ്ടോ ഒരു ചിഹ്നം, ഇതിന് നമ്മൾ ആശ്ചര്യ ചിഹ്നം എന്നാണ് പറയാ. എന്താണ് ആശ്ചര്യ ചിഹ്നം? ഈ ഇന്റർജെക്ഷൻ ഫോളോ ചെയ്ത് എപ്പോഴും എന്തുണ്ടാവും, ഒരു ആശ്ചര്യ ചിഹ്നം ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാല്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിന് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 8 ആയിട്ട് അല്ലെ, 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 കാറ്റഗറി, 8 ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, വേർബ്, അഡ്വേർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. അതിന്റെ മലയാളമൊക്കെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്തൊക്കെയാണ്? നൗൺ എന്ന് പറഞ്ഞാല് നാമം, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, എക്സെട്ര. ഒരു പേരിനെ കുറിക്കുന്നതോ ഒരു സ്ഥലത്തെ കുറിക്കുന്നതോ എല്ലാം നമ്മൾ എന്തിൽ പറയും? നൗൺ എന്ന് പറയും. നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ത്? പ്രൊനൗൺ, യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ എക്സാമ്പിളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഹി, ഷീ, ഇറ്റ് അല്ലെ. സുരേഷ് ഗോപിന്റെ ഡയലോഗ് ആലോചിച്ചാൽ മതി, ഷീറ്റ്. തേർഡ് കാറ്റഗറി എന്താണ്? അഡ്ജക്റ്റീവ്, നാമവിശേഷണം. ഇറ്റ് ക്വാളിഫൈസ് എ നൗൺ ഓർ പ്രൊനൗൺ. നൗണിനെ മാത്രമല്ല കേട്ടോ വിശേഷിപ്പിക്കാം, പ്രോനൗണിനെയും സർവ്വനാമത്തെയും നമുക്ക് എന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാം. അതായത് അന്നറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, അന്നറ്റ് എന്ന് പറയുന്ന നാമത്തെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ എക്സാമ്പിൾ ഷീ ഈസ് ഹൗസം അല്ലെ, ഓസം. ഷീ ഈസ് ഓസം. ഷീ എന്ന് പറയുന്നത് എന്താണ്? അന്നറ്റ് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് ഷീ. അതായത് അന്നറ്റ് സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്, ഓസമാണ് അവള് അല്ലെ. അപ്പൊ വീണ്ടും വീണ്ടും അന്നറ്റ് 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 എന്ന പേര് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിന് പകരമായിട്ടുള്ള പ്രോനൗൺ സർവ്വനാമം ഉപയോഗിക്കാം അല്ലെ. അന്നറ്റൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഷീ എന്ന് ഉപയോഗിച്ചു. ഇനിയിപ്പോ റൊണാൾഡ് എന്ന് അല്ലെങ്കിൽ റോഷൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക? ഹി, ഷീക്ക് പകരം ഹി ആണ് ഉപയോഗിക്കുക. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോ അതല്ല, ഒരു പുസ്തകമാണ്, പുസ്തകം ഒരു തിങ് ആണ് അല്ലെ. ഒരു പുസ്തകത്തെയാണ് നമ്മൾ പറയുന്നത്, ആ പുസ്തകം വളരെ നല്ലതാണ്, അത് വായിക്കാൻ വളരെ നല്ലതാണ് അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പുസ്തകം ഒരു തിങ് ആണ്, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക് അല്ലെ, അതൊരു നല്ല പുസ്തകമാണ്. ക്ലിയർ ആവുണ്ടോ? ഇനി നാലാമത്തത് വേർബാണ്, ക്രിയ. അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ്, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ആരാണോ ചെയ്യുന്ന ആ സബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓർ ആക്ഷനെയാണ് ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൊണാൾഡ് വർക്ക്സ്, വിനിത ഈസ് ഹാപ്പി. ഹാപ്പി എന്ന് പറയുന്നത് എന്താണ്? വിനീതയുടെ ഒരു മാനസിക അവസ്ഥയാണ് അല്ലെ. വിനിത ഈസ് ഹാപ്പി, അവളുടെ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ അവിടെ വിശേഷിപ്പിക്കുന്നത്. ഫിഫ്ത് വൺ, അഡ്വേർബ്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വെർബിനെയും അഡ്വേർബിനെയും അഡ്ജക്റ്റീവിനെയും അതായത് ക്രിയയെയും ക്രിയാവിശേഷണത്തെയും നാമവിശേഷണത്തെയും വിശേഷിപ്പിക്കാം. അതിന്റെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് ദ സിക്സ്ത് കാറ്റഗറി ഈസ് പ്രിപ്പോസിഷൻ അല്ലെ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സെന്റൻസുകൾക്ക് ഒരു ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു 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 വേർഡ്സുകൾ, വാക്കുകൾ, അതാണ് എന്ത്? പ്രിപ്പോസിഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും കേട്ടോ. ഓരോ പ്രിപ്പോസിഷൻസും, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് വേർഡ്സ് ഉണ്ട് പ്രിപ്പോസിഷനിൽ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ആൻഡ് സെവൻത് വൺ ഈസ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് വേർഡ്സ് ഓർ സെന്റൻസസ്, വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനോ അല്ലെങ്കിൽ സെന്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺജങ്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ്സ് ഓഫ് സർപ്രൈസ് ഓർ എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇനി വരുത്തേണ്ടത്, എൻ്റെ ക്ലാസ് സ്പീഡ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക, എൻ്റെ ലാംഗ്വേജിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് എൻ്റെ ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.